ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ഉച്ചവാർത്തയിൽ ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപം നിലനിൽക്കെ മുഖ്യമന്ത്രിയുടെ നിലപാട് സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി. ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാനാകില്ലെന്ന് സർക്കാരിന് വിദഗ്ധ സമിതി ശുപാർശ. PM ശ്രീയിൽ ആശയക്കുഴപ്പമില്ലെന്ന് മന്ത്രി N ഷംസുദ്ദീൻ. ആസൂത്രണ ബോർഡിലെ PSC പരീക്ഷാ തട്ടിപ്പിൽ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങൾ കൈമാറില്ലെന്ന നിലപാടിൽ PSC. ഓൺ സ്ക്രീൻ മാർക്കിംഗിന്റെ രഹസ്യ വിവരങ്ങൾ കൈമാറേണ്ടെന്ന് തീരുമാനം. PSCയുടെ രഹസ്യാത്മകത നഷ്ടപ്പെടുമെന്ന് വാദം. ആസൂത്രണ ബോർഡിലെ നിയമന തട്ടിപ്പിലെ അന്വേഷണം വേഗത്തിലാക്കി ക്രൈംബ്രാഞ്ച്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി നാളെ. പ്രതിയെ ഓൺലൈനായി ഹാജരാക്കിയേക്കും. ചെന്താമര സ്ഥിരം കുറ്റവാളിയെന്നും സമൂഹത്തിന് വലിയ വിപത്തായതിനാൽ വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ. ചെന്താമരയ്ക്കെതിരെ സാഹചര്യ തെളിവുകൾ മാത്രമെന്ന് പ്രതിഭാഗം. ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിന് തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫൈനലിൽ. സ്പെയിൻ ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത് 2ാം തവണ. സെമിയിൽ ഫ്രാൻസിന്റെ തോൽവി 4ാം തവണ. ഇംഗ്ലണ്ട് അർജന്റീന 2ാം സെമി രാത്രി 12:30. ഹോർമൂസ് മേഖലയിൽ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ വിലയിരുത്തി കേന്ദ്ര സർക്കാർ. 7 ഇന്ത്യൻ കപ്പലുകളിലായി 150ഓളം ഇന്ത്യൻ നാവികർ ഹോർമൂസ് മേഖലയിൽ. നാവികരുടെ സുരക്ഷയ്ക്ക് പ്രത്യേക ഡാഷ്ബോർഡ് തുറക്കും. സമാധാന ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങിയില്ലെങ്കിൽ ഊർജ്ജ പ്ലാന്റുകളും പാലങ്ങളും ഉടൻ ആക്രമിക്കുമെന്ന് അമേരിക്ക. കശുവണ്ടി അഴിമതി കേസിൽ K ബിജുവിനെതിരെയുള്ള കോടതിയലക്ഷ്യ നടപടി തുടരും. വെറും മാപ്പപേക്ഷ പോരെന്ന് ഹൈക്കോടതി. കോടതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോസിക്യൂഷൻ ഉത്തരവ് പ്രതിക്ക് എങ്ങനെ കിട്ടിയെന്ന് വ്യക്തമാക്കാൻ ആവശ്യം. ജുഡീഷ്യൽ പരിശോധന ആവശ്യമെന്നും നിരീക്ഷണം. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി നാളെ. പ്രതിയെ ഓൺലൈനായി ഹാജരാക്കിയേക്കും. ചെന്താമര സ്ഥിരം കുറ്റവാളിയെന്നും സമൂഹത്തിന് വലിയ വിപത്തായതിനാൽ വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ. ചെന്താമരയ്ക്കെതിരെ സാഹചര്യ തെളിവുകൾ മാത്രമെന്ന് പ്രതിഭാഗം. വിവരങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നുണ്ട്. ഹരീഷ്, ഈ ശിക്ഷാവിധിയിലാണ് ഇരുഭാഗങ്ങളുടെയും വാദങ്ങൾ കോടതിയിൽ നിന്ന് പൂർത്തിയായത്. കേരളത്തെ നടുക്കിയ സംഭവത്തിൽ ഇനി എന്ത് ശിക്ഷാവിധി ഉണ്ടാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. വിധി നാളെ പ്രഖ്യാപിക്കുമ്പോൾ. ആമ്പിളി, തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഒരു വലിയ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ നാളെ ഈ കേസിൽ ശിക്ഷ വിധിക്കാമെന്നുള്ളൊരു നിലപാടിലേക്ക് കോടതി എത്തുന്നത്. അതായത് പല കാര്യങ്ങൾ പരിഗണിച്ചായിരിക്കും ഇത്തരത്തിലൊരു വിധി ഉണ്ടാകുക. ഒരു പക്ഷേ നാളെയും ഈ ഒരു വാദപ്രതിവാദങ്ങളിൽ ഒരു കൺക്ലൂഷനിലെത്താൻ കോടതിക്ക് സാധിച്ചില്ലെങ്കിൽ വിധി വീണ്ടും നീളാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നിലവിൽ നാളെ വിധി പ്രസ്താവിക്കും എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ കോടതി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഒരുപക്ഷെ അതിൽ മറ്റ് പ്രസ്താവനകളുണ്ട്, ഈ പ്രതിവാദങ്ങളുണ്ട്. ഇന്ന് പ്രധാനമായും പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പ്രതിവിഭാഗവും വാദിച്ച ഒരു കാര്യം, അതിൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് വധശിക്ഷ എന്തായാലും ഉറപ്പുവരുത്തണം. കാരണം ഒരുപാട് ക്രിമിനൽ മൈൻഡുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് ഇയാൾ എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വധശിക്ഷ ഉറപ്പാക്കണം. അല്ലെങ്കിൽ ഇയാൾ ഇനിയും പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് കിടക്കും. ഒരുപക്ഷെ കൊലപാതകമടക്കമുള്ള ഒരു കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് കോടതി പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു അഡ്വക്കേറ്റിന്റെ പ്രതികരണമാണ് വരുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി അതിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന ഒരു പ്രതികരണമാണ്. എന്തൊക്കെയാണ് കോടതി കണ്ടത്, എന്തൊക്കെയാണ് വരാനിരിക്കുന്ന വിധി എന്നുള്ള കാര്യം കൂടി നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. പിന്നോട്ട് ഓഡിയോ ഉണ്ടോ? പിന്നോട്ട് ഓഡിയോ വിധി നാളേക്കല്ല വെച്ചിട്ടുള്ളത്. വിധി നാളേക്ക് വെച്ചിട്ടുള്ളത് മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് DLS എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി. അതിൻ്റെ റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നാളെ വെച്ചിട്ടുള്ളത്.
അതിപ്പോൾ പറയാൻ പറ്റില്ല. നാളെ ആ റിപ്പോർട്ടിൻ്റെ ഒരു സമയം ഹിയറിംഗ് ഉണ്ടാവാം. അത് ഹിയറിംഗ് കഴിഞ്ഞിട്ടാണ് വിധി പറയാൻ വേണ്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. നമ്മൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് അത് ഡെത്ത് പെനൽറ്റി തന്നെ കൊടുക്കണം. അയാൾ ഒരു റിഗാർഡ്സ് ഇല്ലാത്ത മനുഷ്യനാണ്. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് ആബ്സെൻ്റ് ആണ്. അഗ്രിവേറ്റഡ് സർക്കംസ്റ്റൻസസ് എല്ലാം ഉണ്ട്. അയാൾ ഇനിയും ചെയ്യും എന്നാണ് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടും. ഈ പ്രതിഭാഗം പറയുന്നത് ഈ സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസാണ്, ദൃക്സാക്ഷികൾ ഇല്ലാത്തൊരു കേസാണ്. ശരിയല്ല, അതിന് തടസ്സമൊന്നുമില്ല. കാരണം വധശിക്ഷയ്ക്കും സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസിനും വലിയ ബന്ധങ്ങളൊന്നുമില്ല. എന്നാലും അത് കോടതി അത് പരിഗണിക്കുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. നമ്മൾ ആവശ്യപ്പെട്ടത് തുടക്കം തൊട്ട് ആവശ്യപ്പെടുന്നത് ഡെത്ത് പെനാൽറ്റി മാത്രമാണ്. ഇത് പ്രധാനമായിട്ടും അവർ പറയുന്നത് നാളെ ഈ മിറ്റിഗേഷൻ റിപ്പോർട്ട് നടപ്പാക്കുക എന്ന് മാത്രം. അപ്പോൾ നാളെ ശിക്ഷാവിധി ഉണ്ടാവാനുള്ള സാധ്യത? നാളെ സാധ്യതയില്ല. കാരണം നാളെ മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിലെ വാദങ്ങൾ വേണമെങ്കിൽ കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നാളെ വിധി വരാൻ സാധ്യത വളരെ കമ്മിയാണ്. ഉണ്ടാവില്ല. കാരണം അയാളെ കൊണ്ടുവരണ്ടെന്നാണ് പറഞ്ഞിരിക്കണം. മറ്റേ VD മോഹൻദാസ് ഹാജരാക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. എൻ്റെ അർത്ഥം നാളെ വിധി പറയില്ല എന്നാണ്. ആൾറെഡി അയാൾ ചെയ്തു എന്നുള്ള കണ്ടെത്തി കഴിഞ്ഞു. ഇനി അതിലൊരു സംശയം വെച്ചിട്ട് ഏത് കോടതി വിധി പറയില്ല. അപ്പോൾ അത് ആൾറെഡി തെളിഞ്ഞ കാര്യങ്ങളാണ്. ഇനി അത് പിന്നെ വക്കീൽ പറയണമെന്ന് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാം വാദങ്ങൾ മുൻപ് വെച്ചിട്ടുള്ളത്. അയാൾ ഒരു പ്രായം മാത്രമേ അയാൾക്ക് ഒരു ആനുകൂല്യമായിട്ടുള്ളൂ, അതല്ലാതെ ബാക്കിയൊന്നുമില്ല. റിപ്പോർട്ട് അതിനെ ബാധിക്കുമോ? ഈ ഏത് മിറ്റിഗേഷൻ റിപ്പോർട്ട്? ഇല്ല, അതൊന്നും വരാൻ അതും ഒരു കൺസിഡറേഷൻ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ കോടതിക്ക്. രണ്ടാമത്തെ കേസും റിപ്പോർട്ട് വരുത്തി. കാരണം എല്ലാം കേസും സെപ്പറേറ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കേസും വരുത്തി. രണ്ടാമത്തെ കേസിലും പറയണത് അയാൾക്ക് മാനസികമായിട്ട് യാതൊരു പ്രശ്നമില്ല എന്നാണ്. മിറ്റിഗേഷൻ റിപ്പോർട്ട് അയാളുടെ ഇപ്പോഴത്തെ മാനസിക നില, പിന്നെ അയാളുടെ ഒരു റിഫർമേഷനോ റീഹാബിലിറ്റേഷനോ എല്ലാം ഒന്നുകൂടി അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ചർച്ച നടത്തി അതിലൊരു റിപ്പോർട്ട് ഫയൽ ചെയ്യും. പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് ജയിൽ സന്ദർശിക്കാതെയാണ് നൽകിയത്. അതെല്ലാം വെറുതെ പ്രതിഭാഗം വെറുതെ കോടതിയിൽ പറഞ്ഞു വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്യില്ലല്ലോ അയാൾ ഇത്ര വലിയ കേസിൽ. അമ്പിളി, അതാണ്. അതായത് ഇപ്പോൾ പ്രോസിക്യൂഷൻ വിഭാഗത്തിൻ്റെ വക്കീലാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം അതാണ്, നാളെ ഒരുപക്ഷെ വിധി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഈ ലിറ്റിഗേഷൻ റിപ്പോർട്ട് നാളെ സമർപ്പിക്കപ്പെടും. ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും നാളെ പറയുക. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വിധി നാളെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള അത് തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ വിഭാഗത്തിൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞത്. മാത്രമല്ല, നാളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചെന്താമരയെ നേരിട്ട് ഹാജരാക്കേണ്ട ആവശ്യമില്ല. ഇയാളെ ഡിജിറ്റലായി ഓൺലൈനായി മാത്രം കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെ പ്രാഥമികമായി ഒരു ലിറ്റിഗേഷൻ റിപ്പോർട്ടിന്റെ വിശകലനം ഉണ്ടാകും. അതിനുശേഷം ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞോ ആയിരിക്കും ഈ ഒരു പ്രധാന വിധി. ശരി, നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി നാളെ ഉണ്ടാകും. പ്രതി ഓൺലൈനായി ഹാജരാക്കിയേക്കും. ചെന്താമര സ്ഥിരം കുറ്റവാളി എന്നൊക്കെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ നിന്ന് വാദിച്ചത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹരീഷ് നാരായൺ. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്നും മാധ്യമ വാർത്തയ്ക്കനുസരിച്ച് ധൃതി കാട്ടാനാകില്ലെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുമ്പോഴാണ് സാങ്കേതികത്വം ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. UDF സർക്കാർ അധികാരമേറ്റ ആദ്യ ദിനത്തിലെ മന്ത്രിസഭായോഗത്തിലെടുത്ത ഏറ്റവും നിർണായക തീരുമാനമായിരുന്നു രക്ഷാപ്രവർത്തന കേസിലെ പുനരന്വേഷണം. SIT രൂപീകരിച്ച് അതിവേഗത്തിൽ അന്വേഷണം. ഒടുവിൽ കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥനായ MR അജിത് കുമാർ ഇടപെട്ടു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ SIT റിപ്പോർട്ട് നൽകി. DGPക്ക് മുന്നിലെത്തിയ റിപ്പോർട്ടിൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇതുവരെ നടപടിയെടുത്തില്ല. റിപ്പോർട്ട് തന്റെ മുന്നിൽ എത്തിയിട്ടില്ല എന്ന വാദമാണ് ആഭ്യന്തരമന്ത്രി ദിവസവും ആവർത്തിക്കുന്നത്. ഒടുവിൽ മുഖ്യമന്ത്രിയും അതേ സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങി പഴി മുഴുവൻ മാധ്യമങ്ങൾക്കും നൽകി. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലീഡായിട്ട് നിങ്ങൾ എഴുതുന്ന സാധനത്തിന് ഞാനെന്തിനാ മറുപടി പറയണേ? ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട്. SIT അന്വേഷിക്കുന്ന കാര്യത്തിൽ SITയിലെ ഉദ്യോഗസ്ഥനെ ആഭ്യന്തരമന്ത്രിക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ റിപ്പോർട്ടും കൊടുത്താൽ എനിക്ക് ഇപ്പം തന്നെ നടപടി എടുക്കണം, വാർത്ത വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ? നടപടി എടുക്കാൻ പറ്റുമോ? അയാൾ കോടതി പോവും. അങ്ങനെ ഒരാൾക്കെതിരെ നടപടി എടുത്താൽ ആൾ കോടതി പോവും. അന്ന് ക്രൂരമർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും ഇപ്പോഴത്തെ MLAയുമായ AD തോമസ് അടക്കം MR അജിത് കുമാറിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്.
ഇടതു സർക്കാരിന്റെ കാലത്ത് MR അജിത്കുമാറിന് പൂർണ്ണ സംരക്ഷണം എന്നാരോപിച്ച് പ്രക്ഷോഭവുമായി രംഗത്ത് വന്ന UDF ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതേസമയം DGP സ്ഥാനക്കയറ്റത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഈ മാസം 30-ന് ചേരാനിരിക്കെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തുമോ എന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാനാകില്ലെന്ന് വിദഗ്ധ സമിതി സർക്കാരിന് ശുപാർശ ചെയ്തു. സംസ്ഥാനത്തിന്റെ ബഹുമുഖ സാമ്പത്തിക ഘടകം കൂടി പരിശോധിക്കണമെന്നും റെയിലിന് പറ്റിയ അപകടമുണ്ടാകാൻ പാടില്ലെന്നും വിദഗ്ധ സമിതി. വേണ്ടത്ര പാരിസ്ഥിതിക പഠനം നടത്തിയിട്ടില്ല എന്നും റിപ്പോർട്ട് അപൂർണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി ഉടൻ ആരംഭിക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശയനുസരിച്ചാണ് സർക്കാരിന്റെ തീരുമാനം. പദ്ധതിക്ക് ആവശ്യമായ ഭൂമിയുടെ ലഭ്യതയെക്കുറിച്ചോ യാത്രക്കാരുടെ എണ്ണത്തെക്കുറിച്ചോ കൃത്യമായ കണക്ക് റിപ്പോർട്ടിലില്ല. വേണ്ടത്ര പാരിസ്ഥിതിക പഠനം നടത്താതെയാണ് റിപ്പോർട്ട്. റെയിലിന് പറ്റിയ പാളിച്ചകൾ അതിവേഗ റെയിലിന്റെ കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നും വിദഗ്ധ സമിതി മുന്നറിയിപ്പ് നൽകുന്നു. ചരക്ക് നീക്കം നടത്താനാകാതെ യാത്രക്കാരെ മാത്രം ഉൾക്കൊള്ളുന്ന അതിവേഗ റെയിൽ മോഡൽ കേരളത്തിന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നും വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടുന്നു. അപൂർണമായ റിപ്പോർട്ട് ഈ രീതിയിൽ നടപ്പാക്കാനാകില്ല എന്നും സർക്കാർ വീണ്ടും പഠനം നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്, ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അവരത് പരിശോധിച്ച് ഉള്ള റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. അതിലെ ഇതൊരു പൂർണ്ണമായ റിപ്പോർട്ടല്ല എന്നൊരു വിലയിരുത്തലിലാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്ഥല പരിശോധനകൾ, ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ ഭൂതല നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രാരംഭ നടപടികളും ഇപ്പോൾ ആരംഭിക്കരുത് എന്നാണ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. ബദൽ മാർഗങ്ങളും സാമ്പത്തിക പാരിസ്ഥിതിക വശങ്ങളും പരിശോധിച്ച ശേഷം പദ്ധതിയുടെ യഥാർത്ഥ ആവശ്യകത ബോധ്യപ്പെട്ടാൽ മാത്രമേ DPR തയ്യാറാക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കശുവണ്ടി അഴിമതി കോടതിയലക്ഷ്യ കേസിൽ മാപ്പപേക്ഷ മാത്രം പോരെന്ന് ഹൈക്കോടതി. ബിജുവിനെതിരെയുള്ള കോടതിയലക്ഷ്യ നടപടി തുടരും. കോടതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോസിക്യൂഷൻ ഉത്തരവ് പ്രതിക്ക് എങ്ങനെ കിട്ടിയെന്ന് വ്യക്തമാക്കാൻ ആവശ്യം. ആസൂത്രണ ബോർഡിലെ PSC പരീക്ഷാ തട്ടിപ്പിൽ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങൾ കൈമാറില്ലെന്ന നിലപാടിൽ PSC. ഓൺ സ്ക്രീൻ മാർക്കിംഗിന്റെ രഹസ്യ വിവരങ്ങളും കൈമാറേണ്ട എന്നാണ് തീരുമാനം. PSCയുടെ രഹസ്യാത്മകത നഷ്ടപ്പെടുമെന്നുള്ള വാദമുയർത്തിയാണ് നടപടി. അതേസമയം ആസൂത്രണ ബോർഡിലെ നിയമന തട്ടിപ്പിലെ അന്വേഷണം വേഗത്തിലാക്കുകയാണ് ക്രൈംബ്രാഞ്ച്. വിവാദമായ ആസൂത്രണ ബോർഡിലെ പ്രധാന തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പറും ഉത്തരസൂചികയും ഉത്തരപേപ്പറുമടക്കം കൈമാറണമെന്നാവശ്യപ്പെട്ടായിരുന്നു ക്രൈംബ്രാഞ്ച് PSCക്ക് കത്ത് നൽകിയത്. മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങളും ചോദിച്ചിരുന്നു. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് PSC വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. എന്നാൽ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങൾ കൈമാറില്ല എന്നതാണ് PSCയുടെ നിലപാട്. ഓൺ സ്ക്രീൻ മാർക്കിങ്ങിന്റെ രീതികൾ വ്യക്തമാക്കുമെങ്കിലും പൂർണ്ണമായും വിശദീകരിക്കില്ല. PSCയുടെ രഹസ്യാത്മകത നഷ്ടപ്പെടുമെന്നുള്ള വാദം ഉയർത്തിക്കാട്ടിയാണ് ഈ ഒരു നടപടി. അങ്ങനെ PSCക്ക് നിയമോപദേശവും ലഭിച്ചിട്ടുണ്ട്. 228 ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകുമെന്ന് PSC വ്യക്തമാക്കി. അതേസമയം പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിച്ച് ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷ് ഉത്തരവിറക്കി. കമ്പ്യൂട്ടർ വിദഗ്ധരെയും ക്രൈംബ്രാഞ്ച് CI, വനിതാ സിവിൽ പോലീസ് ഓഫീസർമാർ എന്നിവരെയും ഉൾപ്പെടുത്തിയാണ് സംഘത്തെ വിപുലീകരിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓൾ കേരള LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും നിയമനമൊന്നും നടക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കടുത്ത സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ ഒരാൾക്ക് പോലും നിയമനം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സമരപരിപാടികളുമായി LPST റാങ്ക് ജേതാക്കൾ രംഗത്തെത്തിയത്. ഡിവിഷൻ ഫാൾ വരുന്ന സ്കൂളുകളിലെല്ലാം നിശ്ചിത അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഏർപ്പെടുത്തുക, റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കൂളുകളിൽ ഒഴിവില്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്കൂളുകളിൽ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിക്കുന്നുണ്ട്. നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരാൾക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല. ഇനിയും അവഗണന തുടരുകയാണെങ്കിൽ സമരപരിപാടികൾ കടുപ്പിക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ഇവിടെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം
10 ദിവസം, ഇന്ന് 10ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. ഞങ്ങളിവിടെ പറഞ്ഞത് റേഷ്യോ കുറക്കണം. നിലവിൽ LP-യിലുള്ളത് 1:1 ടീച്ചർക്ക് 30 കുട്ടികൾ എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ഡിവിഷൻ അതിഭീകരമായി പോകുന്ന അവസ്ഥയിൽ 25ലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. 25:1 മാറ്റി തരണമെന്ന് ഞങ്ങൾ ഒരുപാട് മന്ത്രിമാരെ കണ്ടിട്ടും എല്ലാവരോടും പറഞ്ഞിട്ടും ആരും അത് കേൾക്കാതെ ഇരിക്കുകയും മാനേജ്മെന്റ് സ്കൂളിൽ കയറിയ 10,000 അധ്യാപകരെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഭിന്നശേഷി നിയമത്തെ മറികടന്നുകൊണ്ട് ഉത്തരവ് നൽകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. പക്ഷേ അപ്പോഴും ഈ തുച്ഛമായ ഈ നാമമാത്രമായ PSC ഉദ്യോഗാർത്ഥികളെ ഒന്ന് പരിഗണിക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് വളരെ വിഷമത്തോടു കൂടി പറയുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ എന്തായാലും 10ാം ദിവസമാണ് നമ്മൾ ഈ സമരം ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റാണ്. നമുക്ക് ഫിക്സേഷൻ ഡേറ്റ് ആണെന്ന്. അപ്പോൾ ഇന്നെങ്കിലും ഒരു തീരുമാനം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലുടനീളം ഒരുപാട് ഡിവിഷൻ ഫാള് സംഭവിക്കുന്ന ഒരു ഡേറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ദിവസം അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത്രയും ദിവസം രാത്രിയും പകലും നമ്മളിവിടെ കിടന്ന് സമരം ചെയ്തിട്ടുള്ളത്. എന്നാൽ പല റാങ്ക് ലിസ്റ്റുകളും ഒരു നിയമനം പോലും നടത്താതെ അസ്തമിച്ചു പോയിട്ടുണ്ട് എന്നും അതിന് തങ്ങൾ കാരണക്കാരല്ല എന്നും മന്ത്രി N. ഷംസുദ്ദീൻ പ്രതികരിച്ചു. അവരുടെ സമരത്തോട് നല്ല അനുഭാവം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അവർ പറയുന്ന കാര്യമൊന്നും നമ്മൾ പരിഗണിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള പ്രശ്നം കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് റാങ്ക് ലിസ്റ്റുകൾ ഒരു കുട്ടിയെപ്പോലും അപ്പോയിൻ്റ് ചെയ്യാതെ ഒരാൾക്ക് പോലും നിയമനം കൊടുക്കാതെ അസ്തമിച്ചു പോയിട്ടുണ്ട്. അതിനൊന്നും ഞങ്ങളല്ല ഉത്തരവാദി. ഇതേ ആവശ്യവുമായി ഇടത് സർക്കാരിന്റെ അവസാന കാലത്തും ഉദ്യോഗാർത്ഥികൾ സമരവുമായി രംഗത്തെത്തിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉപസമിതിയിൽ ആശയക്കുഴപ്പമില്ലെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. എല്ലാവരും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഉപസമിതി വ്യത്യസ്ത അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കി വെച്ച പ്രതിസന്ധിയാണ് പ്രശ്നമെന്നും മന്ത്രി വ്യക്തമാക്കി. PM ശ്രീയെ സംബന്ധിച്ച് ആ പദ്ധതിയെ സംബന്ധിച്ചൊക്കെയുള്ള ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഒക്കെ നിലപാടുകൾ വളരെ വ്യക്തമാണല്ലോ. പക്ഷേ ഇവിടെ ഇപ്പോഴുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ട് ഇപ്പം പിണറായിയുടെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി എന്താ പറഞ്ഞത് ലേഖനത്തിലൂടെ, അങ്ങനെ സ്റ്റേറ്റിന് പിന്മാറാൻ പറ്റാത്ത കരാറിലാണ് കഴിഞ്ഞ തവണ ഒപ്പിട്ടതെന്നാണ്. മുഖ്യമന്ത്രി തന്നെ കാണുമെന്ന് പറയുന്നത് ഇനി ഫോട്ടോയിൽ മാത്രമായിരിക്കുമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ബജറ്റിന്റെ തിരക്കായതുകൊണ്ടാണ് കാണാൻ കഴിയാതിരുന്നതെങ്കിൽ അത് അന്ന് തന്നെ പറയാമായിരുന്നു. ഇപ്പോൾ ന്യായീകരണം പറയുന്നതിൽ കാര്യമില്ല. താൻ കണ്ട് പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം കഴിഞ്ഞു. തനിക്കിനി ആരെയും കാണേണ്ടതില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഹോർമൂസിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകൾക്ക് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നുള്ള കപ്പലുകൾക്കും ഇറാനിയൻ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്കും വിലക്ക് ബാധകമായിരിക്കും. എന്നാൽ മറ്റ് രാജ്യങ്ങൾക്കുള്ള കപ്പൽ ഗതാഗതത്തിനായി ഹോർമൂസ് പാത തുറന്നു നൽകുമെന്നും ട്രംപ് അറിയിച്ചു. കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ചരക്കുകൾക്ക് നേരത്തെ നിശ്ചയിച്ചിരുന്ന 20% ടോൾ ഈടാക്കാനുള്ള തീരുമാനം അമേരിക്ക പിൻവലിച്ചു. ഇതിന് പകരമായി ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിൽ വമ്പിച്ച വ്യാപാര നിക്ഷേപ കരാറുകളിൽ ഏർപ്പെടുമെന്ന് ട്രംപ് പറഞ്ഞു. ലോകത്തെ മൊത്തം എണ്ണവാതക വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്നത് ഹോർമൂസിലൂടെയാണ്. നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ മേഖലയിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം വർദ്ധിച്ചതും എണ്ണവില ഉയരുന്നതും ആഗോളതലത്തിൽ ആശങ്കയുണ്ടാക്കുന്നു. ഇറാനെ ലക്ഷ്യം വെച്ച് പുതിയ ആക്രമണം ആരംഭിച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ടെഹ്റാനിലടക്കം തന്ത്രപ്രധാന മേഖലകളിൽ US വ്യോമാക്രമണം തുടരുകയാണ്. അടുത്ത ആഴ്ച മുതൽ US വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. സംഘർഷം വീണ്ടും രൂക്ഷമായതോടെ ഹോർമൂസ് മേഖലയിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ വിലയിരുത്തി കേന്ദ്ര സർക്കാർ. ഏകദേശം 150 ഇന്ത്യൻ നാവികർ വിവിധ കപ്പലുകളിലായി ഹോർമൂസിലുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സീഫെയർ ഫസ്റ്റ് നയം നടപ്പാക്കാനും വിശദ വിവരങ്ങൾ ഉൾപ്പെടുത്തി പ്രത്യേക ഡാഷ്ബോർഡ് തുറക്കാനും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഉത്തരവിട്ടു. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം രൂക്ഷമാവുകയും ഹോർമൂസ് കടലിടുക്കിൽ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി ആരംഭിച്ചത്. നിലവിൽ ഹോർമൂസ് മേഖലയിലുള്ള ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും സ്ഥിതിഗതികളും കേന്ദ്ര സർക്കാർ വിലയിരുത്തി. ഇന്ത്യൻ പതാക വഹിക്കുന്ന 7 കപ്പലുകളാണ് ഇപ്പോൾ ഹോർമൂസ് മേഖലയിലുള്ളത്. കൂടാതെ വിവിധ കപ്പലുകളിലായി 150-ലധികം ഇന്ത്യൻ നാവികരുമുണ്ട്. ഇവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സീഫെയറർ ഫസ്റ്റ് നയം നടപ്പാക്കാനും പ്രത്യേക നിരീക്ഷണ സംവിധാനം ആരംഭിക്കാനും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഉത്തരവിട്ടു. ഇതിന്റെ ഭാഗമായി നാവികരുടെ വിശദ വിവരങ്ങൾ ഉൾപ്പെടുത്തി പ്രത്യേക ഡാഷ്ബോർഡ് പ്രവർത്തിപ്പിക്കും. പേർഷ്യൻ ഉൾക്കടൽ, ഹോർമൂസ് കടലിടുക്ക്, ഒമാൻ ഉൾക്കടൽ എന്നീ മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുടെ കൃത്യമായ സ്ഥാനം, ഉടമസ്ഥത, റൂട്ട്, അതിലുള്ള ഇന്ത്യൻ ജീവനക്കാരുടെ വിവരങ്ങളും ഈ ഡാഷ്ബോർഡ് വഴി വിലയിരുത്താനാകും.
ഷിപ്പിംഗ്, വിദേശകാര്യ മന്ത്രാലയങ്ങൾ സംയുക്തമായി സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കും. അടിയന്തര ഘട്ടത്തിൽ നാവികർക്കായി ലൈസൺ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നേരത്തെ ഇറാൻ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഹോർമൂസ് വഴി സ്വതന്ത്രമായ ചരക്ക് നീക്കം നടക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഗവൺമെന്റ് പീഡന നിയമനത്തിൽ ലോയേഴ്സ് കോൺഗ്രസിന്റെ ആരോപണം തള്ളി മുഖ്യമന്ത്രി BJP പ്രവർത്തകനായ DS ശരത്തിനെയും SFI പ്രവർത്തകനായിരുന്ന ജയോണ ജെയിംസിന്റെയും നിയമനത്തിൽ പരാതികൾ തന്റെ മുന്നിൽ എത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ലോയേഴ്സ് കോൺഗ്രസ് തന്ന പട്ടികയിൽ ഈ 2 അഭിഭാഷകർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് പീഡർമാരുടെ നിയമന കാര്യം ലോ കോളേജിലെ KSU യൂണിറ്റ് അല്ല തീരുമാനിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് 2 ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിച്ചപ്പോൾ വന്ന ആരോപണം, ഒന്നൊരാൾ കോളേജിൽ പഠിക്കുമ്പോൾ SFI ആയിരുന്നു, 2 മറ്റൊരാൾ കോളേജിൽ പഠിക്കുമ്പോൾ ABVP ആയിരുന്നു എന്നുള്ള ആരോപണം. നിങ്ങൾ പല മാധ്യമങ്ങളും അത് കൊടുത്തത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിലെ അഭിഭാഷക വിഭാഗം ഈ പരാതി പറയുന്നു എന്നാണ്. അല്ല, എന്നോട് ആരും പരാതി പറഞ്ഞിട്ടില്ല. ഇവർ പരാതിപ്പെട്ടു എന്നും പറഞ്ഞു വ്യാപകമായ വാർത്ത വന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ്, ഈ റെക്കമെൻഡേഷനാണ്. ലോകകപ്പിൽ സ്പെയിൻ ഫൈനലിൽ ആവേശം നിറച്ച സെമി പോരാട്ടത്തിൽ ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് സ്പെയിൻ തകർത്തത്. ഫൈനലിൽ അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടത്തിലെ വിജയിയെ സ്പെയിൻ നേരിടും. മത്സരത്തിന്റെ തുടക്കം ഫ്രാൻസിന്റെ മുന്നേറ്റമായിരുന്നു. സ്പാനിഷ് ബോക്സിലേക്ക് തുടർച്ചയായി ഫ്രഞ്ച് പട ഇരച്ചുകയറിയെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല. എന്നാൽ പിന്നീട് മെല്ലെ സ്പെയിൻ താളം പിടിച്ചു. എംബാപ്പെ ഉൾപ്പെടെയുള്ള ഫ്രഞ്ച് താരങ്ങളെ മാർക്ക് ചെയ്ത് കളം നിറഞ്ഞു തുടങ്ങി സ്പാനിഷ് ടീം. 15-ാം മിനിറ്റിൽ പന്തുമായി മുന്നേറാൻ ശ്രമിച്ച സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിയെ മിച്ചൽ ഉലീസ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിന് ഫ്രീ കിക്ക് ലഭിച്ചുവെങ്കിലും ഗോളാക്കാൻ കഴിഞ്ഞില്ല. പിന്നാലെ പ്രത്യാക്രമണം നടത്തിയ ഫ്രാൻസ് സ്പാനിഷ് ബോക്സിലെത്തിയെങ്കിലും അവരുടെ പ്രതിരോധത്തെ മറികടക്കാനുമായില്ല. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനിടയിലാണ് എംബാപ്പയ്ക്കും കൂട്ടർക്കും വൻ തിരിച്ചടിയേറ്റത്. 20-ാം മിനിറ്റിൽ ഫ്രഞ്ച് ബോക്സിലേക്ക് മാർക്ക് കുറേലെ നീട്ടി നൽകിയ ക്രോസ് സ്വീകരിക്കാൻ ഓടിക്കേറിയ ലെമീൻ യമാലിനെ ഫ്രഞ്ച് താരം ലൂക്കാസ് ഡെഗിനെ ചവിട്ടി വീഴ്ത്തിയെന്ന റഫറിയുടെ വിധി പെനാൽറ്റിയിലേക്ക് എത്തി. ഒട്ടും പതറാതെ കിക്കെടുത്ത മിഗേൽ ഒയർസബാൽ ഫ്രഞ്ച് പടയുടെ ഗോൾ വലയിലേക്ക് വെടിയുതിർത്തു. ഫ്രഞ്ച് ഞെട്ടിയ നിമിഷങ്ങൾ. 1 ഗോളിന് സ്പെയിൻ മുന്നിൽ. ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളിൽ ഗോൾ മടക്കാൻ ഫ്രാൻസ് കിണഞ്ഞു ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ആദ്യ പകുതിയിൽ സ്പെയിൻ 5 ഗോൾ ശ്രമങ്ങൾ നടത്തിയപ്പോൾ ഫ്രാൻസിന് 2 അവസരങ്ങൾ മാത്രമാണ് ലഭിച്ചിരുന്നത്. എന്നാൽ 2-ാം പകുതിയിലെ 58-ാം മിനിറ്റിൽ പെഡ്രോ പെറോയുടെ ഗോളിൽ സ്പെയിൻ ലീഡ് 2 ഉയർത്തി. 2 ഗോളുകൾ വഴങ്ങിയതോടെ ഫ്രഞ്ച് താരങ്ങൾ മാനസികമായി തകർന്നു. അതിനിടയിൽ ഗോളെന്നുറച്ച കിലിയൻ എംബാപ്പയുടെ അതിശക്തമായ ഷോട്ട് മാർക്ക് കുറിലയുടെ കാലിൽ തട്ടി പോസ്റ്റിന് പുറത്തേക്ക് പോയി. അവിടെ ഭാഗ്യവും ഫ്രഞ്ച് പടയെ പിന്തുണച്ചില്ല. നിശ്ചിത സമയത്തും ഇഞ്ചുറി ടൈമിലും ഗോൾ മടക്കാൻ ഫ്രാൻസ് നീക്കങ്ങൾ നടത്തിയെങ്കിലും സ്പാനിഷ് പ്രതിരോധം ഭേദിക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ തുടർച്ചയായ 3-ാം ഫൈനൽ ലക്ഷ്യമിട്ടെത്തിയ ഫ്രാൻസിന് നിരാശയുടെ മടക്കം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോകകപ്പിലെ 2-ാം സെമിയിൽ ചിരവൈരികളായ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 12:30-ക്കാണ് മത്സരം. തോൽവി അറിയാതെ ഇരു ടീമുകളും തങ്ങളുടെ കരുത്ത് തെളിയിച്ചാണ് ഇത്തവണ സെമിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ആദ്യമായാണ് ഇതിഹാസ താരം മെസ്സി ഇംഗ്ലണ്ടിനെതിരെ കളത്തിലിറങ്ങുന്നത്. 24 വർഷങ്ങൾക്കിപ്പുറമാണ് ഇരു ടീമുകളും ലോകകപ്പിൽ വീണ്ടും മുഖാമുഖം വരുന്നത്. ലോകകപ്പ് ചരിത്രത്തിൽ ഇതുവരെ 5 തവണ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ 3 തവണ ജയം ഇംഗ്ലണ്ടിനൊപ്പമായിരുന്നു. തോൽവിയറിയാതെ ഇരു ടീമുകളും തങ്ങളുടെ കരുത്ത് തെളിയിച്ചാണ് ഇത്തവണ സെമിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെതിരെ അധിക സമയത്തേക്ക് നീണ്ട കടുത്ത പോരാട്ടത്തിൽ 3-1 എന്ന സ്കോറിനാണ് ലയണൽ സ്കലോൺസ്കിയുടെ സംഘം വിജയം പിടിച്ചെടുത്തത്. ഇതിഹാസ താരം മെസ്സിയിൽ തന്നെയാണ് അർജന്റീനയുടെ പ്രതീക്ഷ. 20 വർഷത്തിലേറെയായി അർജന്റീന ടീമിനെ പ്രതിനിധാനം ചെയ്യുന്ന ലയണൽ മെസ്സി ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ നേരിടുമ്പോൾ മറ്റൊരു ചരിത്ര നിമിഷത്തിനു കൂടിയാണ് സാക്ഷിയാകുന്നത്. 2 പതിറ്റാണ്ടിനിടെ മെസ്സി ഒരിക്കൽ പോലും ഇംഗ്ലണ്ടിനെതിരെ കളിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ നോർവേയെയും പ്രീ ക്വാർട്ടറിൽ ആതിഥേയരായ മെക്സിക്കോയെയും പരാജയപ്പെടുത്തിയാണ് പോരാട്ടത്തിനെത്തുന്നത്. പരിശീലകൻ തോമസ് ടൂച്ചലിന്റെ കീഴിലിറങ്ങിയ ഇംഗ്ലീഷ് പട കരുത്തരായ നോർവേയെ 2-1 പരാജയപ്പെടുത്തിയാണ് സെമിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. കളിക്കളത്തിലെ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും വലിയ തുറുപ്പുചീട്ടുകൾ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, ഡെക്ലാൻ റൈസ്, ആന്റോണി ഗോർഡൻ എന്നിവരടങ്ങുന്ന കരുത്തുറ്റ ആക്രമണ മധ്യനിരയാണ്. 1966-ൽ സ്വന്തം മണ്ണിൽ ആദ്യമായി ലോകകപ്പ് ഉയർത്തിയതിനു ശേഷം മറ്റൊരു കിരീടത്തിൽ മുത്തമിടാൻ ഇംഗ്ലണ്ടിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് അവരുടെ ദുഃഖം.
എന്തായാലും ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ വൈര്യങ്ങളിലൊന്നാണ് അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം. അത് ചരിത്രത്തിൽ ഇടം പിടിച്ച സംഭവങ്ങളായിരുന്നു. ഫോക്ലാൻഡ് യുദ്ധത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നടന്ന 1986 മെക്സിക്കോ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലാണ് ഈ ചരിത്ര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചതും. വിവാദമായ ദൈവത്തിന്റെ കൈയെന്ന് പേരുകേട്ട ഗോളും പിന്നീട് നൂറ്റാണ്ടിന്റെ ഗോളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാന്ത്രിക ഗോളും പിറന്നത് മുമ്പ് ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴായിരുന്നു. ടോട്ടൽ സെറ്റായ ഇരു ടീമുകളും സെമിയിൽ നേർക്കുനേർ പോരാടുമ്പോൾ ജയം ആർക്കൊപ്പമെന്നത് കാത്തിരുന്നു കാണാം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ബഹിരാകാശത്ത് ചരിത്രം കുറിച്ച അനിൽ മേനോൻ അടക്കം 3 സഞ്ചാരികളുമായി കസാഖിസ്ഥാനിൽ നിന്ന് വിക്ഷേപിച്ച സോയൂസ് MS-29 വിജയകരമായി ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. ഇന്ത്യൻ സമയം 2 മണിക്കാണ് അകത്തേക്ക് കയറിയത്. സ്റ്റേഷനിലെ തന്റെ താമസത്തിനിടയിൽ മനുഷ്യന്റെ ബഹിരാകാശ പര്യവേക്ഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഭൂമിയിലെ ജീവൻ പ്രയോജനപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ശാസ്ത്രീയ ഗവേഷണ സാങ്കേതിക പ്രകടനങ്ങൾ സംഘം നടത്തും. ഉയർന്ന പ്രകടനമുള്ള കമ്പ്യൂട്ടറുകൾ, കൃത്രിമ ബുദ്ധി, മെച്ചപ്പെട്ട മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുടെ വലിയ തോതിലുള്ള നിർമ്മാണം പ്രാപ്തമാക്കുന്നതിന് സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകളുടെ ബഹിരാകാശത്ത് ഉൽപാദനം പരിഷ്കരിക്കുന്നതിനുള്ള ഗവേഷണം നടത്തും. ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭൂമിയിൽ നിന്നുള്ള വൈദ്യസഹായത്തിന്റെ ആവശ്യകത ഇല്ലാതാക്കാൻ കഴിയുന്ന ഓഗ്മെന്റഡ് റിയാലിറ്റിയും കൃത്രിമ ബുദ്ധി രീതികളും ഉപയോഗിച്ച് അനിൽ മേനോൻ അൾട്രാസൗണ്ട് നിർവഹിക്കും. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.